ഹലോ കൂട്ടുകാരെ, അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാനിന്ന് മസ്കറ്റിൽ നിസ്സയിലാണുള്ളത്. അപ്പം നമ്മളിന്നൊരു സൂ ഒക്കെ കാണാൻ പോവാണ്. അപ്പോൾ ഇത് ഓപ്പൺ ആയിട്ടുള്ള സൂ ആണ്. സൈഡിൽ ഓപ്പൺ ആയിട്ടുള്ള സൂ ആണ് റോഡ് സൈഡിൽ. അപ്പം നമ്മൾ ഒരു ഗ്രാമത്തിലൂടെയാണ് പോകുന്നത്. നിസ്വയിലുള്ള ഗ്രാമത്തിലൂടെയാണ് പോകുന്നത്. ഒരേ രീതിയിലുള്ള പരമ്പരാഗതമായിട്ടുള്ള ഒരേ രീതിയിലുള്ള വീടുകളാണ് ഇവിടെ ഫുൾ രണ്ട് സൈഡിലും കാണാൻ പറ്റുന്നത്. പിന്നെ ഈന്തപ്പനകൾ, ഇടയ്ക്കിടയ്ക്ക് ഈന്തപ്പനകളൊക്കെ കാണാം. ഇങ്ങനെ പോവുകയാണ് ഞങ്ങൾ. ഒരു വൈകുന്നേരത്താണ് ഞങ്ങൾ ഇറങ്ങിയേക്കുന്നത്. പിന്നെ കണ്ടോ, ഈന്തപ്പനകളും മുരിങ്ങയില, കുറേ മുരിങ്ങയിലകൾ കണ്ട് ഇഷ്ടം പോലെ. അത് കഴിഞ്ഞിട്ട് ടൗണിലോട്ട് കയറി. ആദ്യം പെട്രോൾ അടിക്കണമായിരുന്നു. പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇതിപ്പോൾ ടൗൺ ഏരിയയാണ്, കണ്ടില്ലേ. പക്ഷെ കടകളൊക്കെ ഉണ്ട്. ഒരു മലയാളി കടയൊക്കെ ഉണ്ട്. മലയാളം എഴുതിയ കട, മസ്കറ്റിൽ മലയാളം എഴുതിയ കട, അത് അമ്മ കാണിച്ചു തരുമായിരുന്നു. സോ അത് കഴിഞ്ഞിട്ട് ഉണ്ടോ, എല്ലാം ഒരേപോലത്തെ. ഇവിടുത്തെ ഈ സ്ഥലങ്ങളിൽ, ഈ ഏരിയയിലൊക്കെ പ്രത്യേകത ഇതാണ്. എല്ലാം ഒരേപോലത്തെ വീടുകളാണ്. വലിയ പണക്കാരുടെ വീടും ചെറിയ പാവപ്പെട്ടവരുടെ വീടും ഒക്കെ ഉണ്ട്. സോ നമ്മൾ സൂര്യൻ അസ്തമിക്കാൻ പോകുന്നു. ഇതാണ് ഇവിടുത്തെ ഒരു പെട്രോൾ പമ്പ്. പെട്രോളൊക്കെ അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ സീബ്രയെ സൂവിൻ്റെ അടുത്ത് നിന്നപ്പോൾ തന്നെ സീബ്രയെ കണ്ടു. മോൻ പേടിച്ചു പോയി. സീബ്രന്ന് മുക്കിട്ട് ചീറ്റിയപ്പോൾ പേടിച്ചു പോയി. ഈ നോമ്പുകാലമായപ്പോൾ കാണുന്ന കാഴ്ചയാണ് ഇങ്ങനെ ഈ റോഡ് സൈഡിലിരുന്ന് ഇങ്ങനെ ഇവിടെ ഇവർ ഇഫ്താർ നോമ്പ് തുറക്കുന്നത്. ഇത് കുറേ മങ്കീസാണ്. മങ്കീസിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് മോന്. അതിന് വലിയ ഇഷ്ടമാണ് ഈ മങ്കി മൃഗങ്ങളൊക്കെ, വലിയ ഇഷ്ടമാണ്. ഇതൊരു ഈന്തപ്പനയാണ്. ഞാൻ ക്ലോസപ്പിൽ വന്നപ്പോൾ എടുത്തതാണ് വീഡിയോ. ഈന്തപ്പനയുടെ ഫുൾ തൊട്ടടുത്ത് വന്നപ്പോൾ എടുത്തതാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് രാത്രി ഞങ്ങൾ അത് പോയ വഴിക്ക് ഇതൊന്ന് ഈ ലൈറ്റ് കാണുന്നതെന്ന് പറയുന്നത് ഒരു പാലസാണ്. ഏതോ ഒരു പാലസാണ്. കുറേ ദൂരം മതിലുണ്ട്. അപ്പം അതാണ്. അത് കഴിഞ്ഞ് ഇവിടെ ഈ ഒരു പാർക്കിൽ പോയി, മന്ന പാർക്ക് എന്ന് പറഞ്ഞിട്ട് മോൻ പാർക്കിൽ പോയി കളിച്ചു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.